പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസും മറ്റുള്ളവരെ അവരായി കണ്ട് സ്വീകരിക്കലും തമ്മിൽ ഉള്ള കാര്യത്തിൽ ആത്മവിശ്വാസം വളർത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ലോകം എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ്. നമുക്കാരെയും വിധിക്കാൻ അവകാശമില്ല, അധികാരമില്ലെങ്കിലും നമുക്ക് പറയുവാൻ വേണ്ടി പറയാം. എന്ത്? നല്ല ആളുകളുണ്ട്, ചീത്ത ആളുകളുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട്. പക്ഷെ അവരുടെ തലങ്ങളിൽ അവരുടെ ഐഡിയോളജി, അവരുടെ പ്രത്യയശാസ്ത്രങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചിന്താസരണികളുമായിട്ട് ജീവിക്കുമ്പോൾ അവർ അവിടെ ഹാപ്പി ആണെങ്കിൽ നമ്മൾക്ക് എന്തിനാണ് അവരിൽ മാറ്റമുണ്ടാക്കേണ്ടതുള്ള ആവശ്യം? ഞാൻ സന്തോഷവാനായിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ആയിരിക്കുമ്പോഴാണെങ്കിൽ ഞാൻ മാറേണ്ടത് എങ്ങനെ അപരൻ്റെ ആവശ്യമായിട്ട് തീരും? ഇന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റം നമ്മുടെ കുടുംബത്തിലോ, നമ്മുടെ ഭാര്യയിലോ, നമ്മുടെ ഭർത്താവിലോ, നമ്മുടെ മക്കളിലോ, നമ്മുടെ സ്കൂൾ തലങ്ങളിലോ, നമ്മുടെ കോളേജ് തലങ്ങളിലോ, നമ്മുടെ തൊഴിലവസരങ്ങളിലോ, നമ്മുടെ മൊത്തത്തിൽ പറയുമ്പോൾ എൻവയൺമെൻറ്റിൽ ഉണ്ടാകില്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ അൺഹാപ്പി ആകും, ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ ആ മാറ്റം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ അസ്വസ്ഥരായിട്ട് തീരുന്നു, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, നമ്മൾ അസന്തുഷ്ടരാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം ഇല്ലാതാകുന്നു. യഥാർത്ഥത്തിൽ ഇത് ഒരു ആവശ്യമാണോ? അതായത് വ്യക്തികൾ മാറണം എന്നുള്ളത്. ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ കുറേ വ്യക്തികൾ അവരായിരിക്കുന്ന സാഹചര്യത്തിൽ, അവരായിരിക്കുന്ന ഐഡിയോളജീസിൽ, അവരായിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളിൽ, അവരായിരിക്കുന്ന ചിന്താസരണികളിൽ അവർ ഹാപ്പിയാണെങ്കിൽ ഞാൻ എന്തിനാണ് അവരുടെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇത് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും ഏർപ്പെട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നവരെ കുറിച്ചല്ല കേട്ടോ നമ്മൾ സംസാരിക്കുന്നത്. ഓരോരുത്തരുടെ രീതികളെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവൻ്റെ കുടുംബത്തോടു കൂടി ആയിരിക്കുമ്പോഴാണ് അവൻ എപ്പോഴും ഹാപ്പി ആണെങ്കിൽ ലെറ്റ് ഹി ബി ഇൻ ഹിസ് ഫാമിലി. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഞങ്ങളോട് കൂടി ആയിരിക്കുന്നില്ല, കൂട്ടുകാരോട് കൂടി ആയിരിക്കുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളോട് കൂടി ആയിരിക്കുന്നില്ല, എപ്പോഴും ഭാര്യയോട് കൂടിയായിരിക്കുന്നു, അല്ലെങ്കിൽ ചില കൂട്ടുകാർ മാത്രം സ്വീകരിക്കുന്നു, എല്ലാവരുമായിട്ട് സഹകരിക്കാനായിട്ട് അവന് ബുദ്ധിമുട്ടുണ്ട്, ചില മേഖലകളിൽ മാത്രമേ അവൻ ശ്രദ്ധ പതിപ്പിക്കുന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് തോന്നും, ഇഫ് ദേ ആർ ഹാപ്പി ഇൻ ദാറ്റ് വേ ഓർ ഇൻ സച്ച് എ സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യത്തിൽ അവർ ഹാപ്പി ആണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ഹിം ബി, അവരങ്ങനെ ആയിരിക്കട്ടെ. അതാണല്ലോ നമുക്ക് ആശംസിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു മാറ്റം എന്നുള്ളതൊരു നിർബന്ധമാക്കി പറയാനായിട്ട് സാധിക്കില്ല. നാച്ചുറലി, പ്രകൃതിദത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തെ മനുഷ്യൻ എപ്പോഴും ചെറുത്തു നിൽക്കാറുണ്ട്. ഞാൻ മറ്റുള്ളവരും മാറിയെങ്കിൽ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഞാൻ മാറിയെന്നാണ് സൈക്കോളജി പറയുന്നത്. സൈക്കോളജി പറയുന്നത് നമുക്ക് ആരെയും മാറ്റാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾക്ക് മറ്റൊരാൾ മാറി എന്ന് നമുക്ക് പറയുക അത്ര എളുപ്പവുമല്ല. എറിക് ബെർനെ അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, നമുക്ക് ഒരാളെയും മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം മാറ്റമൊക്കെ ഉണ്ടാകേണ്ടത് ചെറുപ്പ കാലഘട്ടങ്ങളിലാണ്, ഒരു 15 വയസ്സിന് മുതൽ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാറ്റം സ്വയം ഉണ്ടാകേണ്ടതാണ്. ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വ്യക്തികളുണ്ട്. അതായത് അവർ എന്തിനാണോ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്, എന്തിനോടാണ് ചെറുത്ത് നിൽക്കുന്നത്, അത് നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ ഭാവം കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് അവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതാകാം. ചിലരങ്ങ് മൊത്തത്തിൽ മാറുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അത് എക്സെപ്ഷണൽ കേസാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ കൊണ്ടുവരാണ്ട് അച്ഛനൊന്ന് സംസാരിക്കും. ചിലരൊക്കെ അങ്ങനെ കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കും, ഒരു വ്യത്യാസവും ഇല്ല.
ഒരു കുട്ടിയെയും കൊണ്ട് വന്നിരുന്ന ഒരു അമ്മ, ഞാൻ തലയിൽ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവൻ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ഹി ഹാസ് നോ ചേഞ്ച്. അവനൊരു മാറ്റവും ഇല്ല. കാരണം അവനത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അവനെ ആയിരിക്കുന്ന അവസ്ഥയിലാണ് അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പിന്നെ അമ്മ കൊണ്ടുവന്നതുകൊണ്ട്, അമ്മ വിളിച്ചതുകൊണ്ട് ഞാൻ വന്നു. അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനപ്പുറത്തേക്ക് ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ആ സമയത്ത് ചില വ്യക്തികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബൈ വൺ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ ഒരുപാട് ഒരു മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ സമൂഹ ജീവിതത്തിലൊക്കെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്. ആ രീതികളിലാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോഴാണ് അവർ സന്തുഷ്ടരായിരിക്കുന്നത്. അതിനെ നമുക്ക് മാറ്റുക എന്നുള്ളത് എളുപ്പമല്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയണം. അക്കോമഡേറ്റ് എന്ന് വെച്ചുള്ള വാക്കാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഏത് സാഹചര്യത്തിൽ ഏതു വ്യക്തി ഹാപ്പി ആയിട്ടിരിക്കുന്നുവോ ആ വ്യക്തിയെ അതേ സാഹചര്യത്തിൽ അതേപടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അക്സെപ്റ്റ് ആസ് ദേ ആർ. അല്ലാതെ നമ്മളൊരു മാറ്റത്തിന്, ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ അരികത്തോട്ട് വന്ന് പറയുകയാണ്. ഒരിക്കലും ഒരു അച്ഛൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്, മറ്റൊരു അച്ഛൻ്റെ അവർ വല്ലാത്തൊരു അവസ്ഥയിൽ ഈ അച്ഛനോട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് മാറണം. അതൊരു പ്ലസ് പോയിൻ്റാണ്. എനിക്കൊന്ന് മാറണം, ഞാനിങ്ങനെ ജീവിച്ചാൽ പോരാ, അതുകൊണ്ട് എനിക്ക് കുറച്ച് നല്ല ഉപദേശങ്ങളൊക്കെ വേണം. ഈ ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ച കുറേ വ്യക്തിത്വങ്ങളുണ്ട്. എനിക്ക് മാറണം, അച്ഛൻ എന്താണ് പറയുന്നത്. ഒരിക്കലും ഞാൻ പറയും, ഞാൻ പറഞ്ഞതുകൊണ്ട് മാറരുത്. എപ്പോഴും ഡിസിഷൻ എടുക്കുന്നത് ഇറ്റ് ഷുഡ് ബി പേഴ്സണൽ. എൻ്റെ അഭിപ്രായമാകാം, അമ്മയുടെ അഭിപ്രായമാകാം, അപ്പൻ്റെ അഭിപ്രായമാകാം, ഭർത്താവിൻ്റെ അഭിപ്രായമാകാം, അധ്യാപകൻ്റെ അഭിപ്രായമാകാം, ഭാര്യയുടെ അഭിപ്രായമാകാം, വൈദികൻ്റെ അഭിപ്രായമാകാം, ഹെഡ് മിസ്ട്രസിൻ്റെ അഭിപ്രായമാകാം, ആരുടെയും അഭിപ്രായങ്ങളാകാം. അഭിപ്രായങ്ങൾ ഐ ഷുഡ് ഹിയർ, ഞാൻ കേൾക്കണം. പക്ഷേ ചേഞ്ച് എടുക്കേണ്ടത്, തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്. കാരണം എന്താണ്? ഞാനാണല്ലോ ജീവിക്കേണ്ടത്. അതുകൊണ്ട് മാറ്റങ്ങൾ എന്നുള്ളത് നമ്മൾ എപ്പോഴും കടുംപിടുത്തം പിടിക്കാതിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മദ്യം, മയക്കുമരുന്ന്, അതുപോലെ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചോ അവരെ ആയിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുന്ന അവസ്ഥയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. സാധാരണ ജീവിതത്തിൽ ഓരോ വ്യക്തികളും ആയിരിക്കുന്ന തലങ്ങളിൽ അവർ ഹാപ്പി ആണെങ്കിൽ അവർ ആ ഹാപ്പിനെസ് തുടരാനായിട്ട് സമ്മതിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ഞാൻ പറയുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ മദ്യപാനികളെന്ന് ആരെയും വിളിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. കാരണം മദ്യപാനം ഒരു രോഗമാണ്. അത് രോഗമായിട്ടാണ് ശാസ്ത്രം കണക്കാക്കുന്നത്. അതുപോലെ മയക്കുമരുന്നിന് അടിമപ്പെടുക എന്നുള്ളത്, ഇതിനൊക്കെ ഒരു റീസണുണ്ട്. അപ്പം നമുക്ക് എല്ലാവരോടും ഉണ്ടാകേണ്ടത് ഒരു അനുകമ്പ മനോഭാവമാണ്, ഒരു എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡാണ്. ആ വ്യക്തി അങ്ങനെയായി തീർന്നത് മദ്യപാനി എന്ന് നമ്മൾ പറയുന്നവരാണ്. അതുപോലെ നമ്മൾ സമൂഹത്തിൽ നിന്ന് അകറ്റക്കളയല്ല, മറിച്ച് അവരുടെ ആ അവസ്ഥയ്ക്ക് കാരണം ഏതെങ്കിലും ഒരു തലത്തിൽ അവരനുഭവിച്ച മാനസിക വ്യഥകളായിരിക്കാം, ചെറുപ്പത്തിലേ ആയിരിക്കാം. ഞാൻ സൈക്കോളജിയുടെ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് പേഴ്സണൽ ഡിസോർഡറിലൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണത്. അവർക്ക് ആ അവസ്ഥയിലായി തീരുന്നതിന് കാരണമായി തീർന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അപ്പം അവിടെയൊക്കെ നമുക്ക് നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ സന്ദർശനങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടെങ്കിൽ അത് വൻ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ നോർമലായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ അവർ ജീവിക്കുമ്പോൾ അവർക്ക് അവിടെ ഹാപ്പി ആണെങ്കിൽ അവരങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. ഇപ്പം ലോകത്ത് മുഴുവൻ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. ലോകത്തിൽ എല്ലാ തരത്തിലുള്ള ജനങ്ങളുണ്ട്. നല്ലവരുണ്ട്, ഒരുപാട് നല്ലവരുണ്ട്, വിശുദ്ധരായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, 2 വ്യക്തികളെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയേക്കണേ, യാതൊരു വീഴ്ചകളും സംഭവിക്കാത്ത വ്യക്തികളെ. ഞാൻ അവരെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. വെറും നോർമലായിട്ടുള്ള ആളുകൾ, മദ്യമില്ല, മയക്കുമരുന്നില്ല, വ്യഭിചാരമില്ല, ഒരു അതുമില്ല, വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തങ്ങളുടെ ജോലിയും ചെയ്ത് വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടെത്തി. 2 പേരെ ഞാൻ കണ്ടെത്തി. അതെനിക്ക് ഒരുപാട് അത്ഭുതം. എൻ്റെ 56 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടെത്തിയ 2 വ്യക്തികളാണ് അവർ.
അന്ന് അവരെ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞവർ. ഞാൻ അവരോട് പറഞ്ഞ പ്രകാരമാണ്, നിങ്ങൾ ഈശോയോട് ചോദിക്കേ, ഈശോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കാരണം നീതിമാനായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പം നമ്മൾക്കും അങ്ങനെ ആയിത്തീരാനായിട്ട് സാധിക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞത്, മറ്റുള്ളവർ അവരായിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസം വളർത്തുകയാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ നിർബന്ധപൂർവ്വം മറ്റുള്ളവരിൽ മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുക, ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, നടപ്പാക്കാൻ കൊണ്ടുമുതിരുക, മറിച്ച് അപ്പോൾ അവർ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് അസമാധാനവും അസന്തുഷ്ടിയും അതുപോലെ അസ്വസ്ഥതയും ഉളവാക്കും. അങ്ങനൊരു അവസ്ഥയിലേക്ക് പോകാതെ നമ്മുടെ സഹായം ആവശ്യമുള്ളവരുടെയിലേക്ക്, നമ്മളുടെ ഹെൽപ്പ് ആവശ്യമുള്ളവരിലേക്ക് കടന്നു ചെല്ലാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് ഒക്കെ ഒരാൾക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ബെസ്റ്റ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. അപ്പം നമ്മുടെ ആത്മവിശ്വാസം വളർത്താനായിട്ട് മറ്റുള്ളവർ അവരായിരിക്കുന്ന രീതിയിൽ കാണുകയും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമുക്കൊരുപാട് വ്യത്യാസങ്ങൾ, നമ്മുടെ ആത്മവിശ്വാസവും അവരുടെ ആത്മവിശ്വാസവും ഉയർത്താനായിട്ട് സാധിക്കും എന്ന് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും സന്ധിക്കുന്നതുവരെ ഫാദർ തോമസ് കൊടിയൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.